നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സോ അത് ഒരു വീഡിയോ ആയിട്ട് തന്നെ ക്ലിയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. ചോദ്യം ഇങ്ങനെയാണ്: റേക്കി വെച്ചിട്ട് എങ്ങനെയാണ് അസുഖങ്ങൾ മാറ്റാൻ സാധിക്കുന്നത്, അതിനെപ്പറ്റിയൊന്ന് പറഞ്ഞു തരാമോ എന്നായിരുന്നു. റേക്കി വെച്ചിട്ട് നമുക്ക് അസുഖങ്ങൾ മാറ്റാൻ തീർച്ചയായും പറ്റും. അതെങ്ങനെയാണ് എന്ന് പറയുന്നതിന് മുൻപ് നമ്മൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതായത് നമ്മളെല്ലാവരും ഒരു സോളാണ്, എല്ലാവരും. സോ ഈ സോള് ധരിക്കുന്ന ഒരു ഡ്രസ്സ് മാത്രമാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി കംപ്ലീറ്റ് എനർജിയാണ്, എല്ലാം എനർജിയാൽ നിർമ്മിക്കപ്പെട്ടതാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. ഈ എനർജിയിൽ നമ്മുടെ ബോഡി പാർട്സിൽ, അതായത് നമ്മുടെ ഓരോ അവയവങ്ങളിലേക്ക് എനർജി കുറയുമ്പോഴാണ് ആ അവയവങ്ങൾ, അതായത് ഏത് ഓർഗൻ്റെ എനർജിയാണോ വീക്കാവുന്നത്, അവിടെയാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ കിഡ്നി എന്ന് പറയുന്ന ആ ഒരു ഓർഗൻ, അവിടുത്തെ എനർജി കുറയുന്ന സമയത്താണ് അതിൻ്റെ ഫങ്ഷൻ സ്ലോ ആവുന്നത്, അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുന്നത്. സോ നമ്മൾ ആ ഒരു ഡിസീസിന്, അല്ലെങ്കിൽ കിഡ്നി ഫങ്ഷൻ പ്രോപ്പറായിട്ട് ഇല്ല എന്നൊരു അവസ്ഥയാണ്. അത് നമ്മളെ സംബന്ധിച്ച് നമ്മളതൊരു അസുഖമായിട്ട് പറയുന്നു, ഇല്ലേ? അപ്പോൾ ഈ ഒരു അസുഖത്തിനെ നമ്മൾ റേക്കി വെച്ചിട്ട് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക? റേക്കി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജിയാണ്. അതായത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ തന്നെ ജീവശക്തിയാണ് റേക്കി എന്ന് പറയുന്നത്. എന്നിലും നിങ്ങളിലും സർവ്വചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ദ സെയിം എനർജി. സോ നമ്മൾ ഈ എനർജി എന്ത് ചെയ്യുന്നു? ഈ എനർജിയുടെ ചാനലായിട്ടുള്ള ആളുകൾ, അതായത് ഹീലേഴ്സ്, ആരാണോ റേക്കിയുടെ ചാനലായിട്ടുള്ളത്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂണിവേഴ്സിൽ നിന്നും റേക്കിയുടെ എനർജിയെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അത് നമ്മുടെ കൈകളിലൂടെയോ നമ്മുടെ ആജ്ഞാചക്രത്തിലൂടെയോ നമ്മുടെ ശ്വാസത്തിലൂടെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ കൈകളിലൂടെയോ ആജ്ഞാചക്രത്തിലൂടെയോ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. സോ എങ്ങനെയാണ് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആരാണോ ഹീലർ അവരുടെ ഇൻറ്റൻഷനാണ്, അതായത് പേഷ്യൻ്റ് അല്ലെങ്കിൽ ആരാണോ ഹീലി, എന്താണ് അവരുടെ കണ്ടീഷൻ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം, എന്താണ് ഏത് ഓർഗനിക്കാണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം എവിടെയാണ് എനർജി ഫ്ലോ ചെയ്യേണ്ടതെന്ന് ആ ഹീലർക്ക് മനസ്സിലാവും. സോ ആ ഒരു ഓർഗനെ നമ്മൾ മൈൻഡിൽ കണ്ടിട്ട്, അതായത് ഇൻറ്റൻഷൻ അവിടത്തേക്ക് കൊടുത്തിട്ടാണ് നമ്മുടെ കൈകളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ആജ്ഞാചക്രത്തിലൂടെ നമ്മൾ എനർജിയെ ഫ്ലോ ചെയ്യുന്നത്. അതായത് റേക്കിയെ നമ്മൾ കോൾ ചെയ്തതിന് ശേഷം റേക്കി എനർജിയുടെ അടുത്ത് ആരാണോ ഹീലി, അവരെ ഹീൽ ചെയ്യൂ എന്ന് നമ്മൾ റേക്കിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ട്, റേക്കിയുടെ അടുത്ത് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മളവിടെ ഇൻറ്റൻഷൻ വെക്കുന്ന സമയത്ത് ഏത് ഓർഗനാണോ ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തത്, അവിടത്തേക്ക് ഈ എനർജി ഫ്ലോ ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനിയിപ്പം ഹീലർക്ക് കൃത്യമായിട്ട് എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ അവിടെ റേക്കിയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്, ആ ആളല്ല, ഹീലറല്ല. ഹീലർ വെറും ഇൻറ്റൻഷൻ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ യഥാർത്ഥ ഡ്യൂട്ടി ചെയ്യുന്നത് റേക്കിയാണ് നിങ്ങളെ ഹീൽ ചെയ്യുന്നത്. റേക്കി ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. സോ ആരാണോ ഹീലി, ആ ഹീലിയെ ചൂസ് ചെയ്യുന്നതും ദ സെയിം റേക്കി തന്നെയാണ്. സോ റേക്കിക്ക് അറിയാം ഈ ഒരു ബോഡിയിൽ, ഈ ഒരു എനർജറ്റിക് ബോഡിയിൽ നിങ്ങൾക്ക് എവിടെയാണ് എനർജി കുറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ എനർജി ഫ്ലോ കൂട്ടേണ്ടത് എവിടെയാണ്, ഇൻബാലൻസ്ഡ് ആയിട്ട് എവിടെയാണ് ഉള്ളതെന്ന് ആ എനർജിക്കറിയാം. സോ റേക്കി എന്ത് ചെയ്യും? സ്വമേധയാ ആ ഒരു ഓർഗനെ ഫോക്കസ് ചെയ്ത് അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും. അതിൻ്റെ കൂടെ ഹീലറുടെ ഇൻറ്റൻഷൻ കൂടിയാകുമ്പോൾ, അതിനോടൊപ്പം ഹീലർ അഫർമേഷൻസ് പറയുമ്പോൾ, വിഷ്വലൈസേഷൻ കൊടുക്കുമ്പോൾ, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എഫക്റ്റ് ഇരട്ടിയാവുകയും അവിടത്തേക്കുള്ള എനർജി ഫ്ലോ കൂടി ആ എനർജി, അതായത് റേക്കി എന്ന എനർജി അവിടത്തേക്ക് പ്രവഹിക്കുമ്പോൾ ആ ഓർഗൻ്റെ എനർജി ഹൈ ആവുകയും ചെയ്യുന്നു.
ഇതുകൊണ്ടാണ് ആ ഡിസീസ് കുറഞ്ഞു വരുന്നത്. അതായത് ആ ഫങ്ഷൻ്റെ കുഴപ്പമാണ്, അതായത് ഫങ്ഷൻ നേരെ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നതാണ് പ്രോബ്ലം എങ്കിൽ നമ്മളിപ്പം ചിന്തിച്ചാൽ മതി, ഒരു വെഹിക്കിള് മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ ഓയിൽ വേണം അല്ലേ? എന്തെങ്കിലും ഒരു എനർജി ഉണ്ടെങ്കിലേ ആ വണ്ടി മുമ്പോട്ട് പോകത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി, അല്ലെങ്കിൽ എന്ത് ആനിമൽ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു ശരീരത്തിൽ എനർജി ഉണ്ടായാലാണ് അത് ഫങ്ഷൻ ചെയ്യത്തുള്ളൂ, നമ്മുടെ ഏത് ഓർഗൻ ആണെങ്കിലും. സോ ഇവിടെ നമ്മൾ പുറത്തുനിന്ന് എനർജി കൊടുക്കുകയാണ് ചെയ്യണത്. നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനുള്ള എനർജി ഇല്ലാതിരിക്കുമ്പോൾ റേക്കി എന്ന എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഓർഗന് എനർജി കൊടുക്കുന്ന സമയത്ത് ആ ഫങ്ഷൻ വീണ്ടും എന്താവും, റീസ്റ്റാർട്ട് ചെയ്യും. വീണ്ടും അത് ഓടാൻ തുടങ്ങും, വീണ്ടും അത് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇങ്ങനെയാണ് റേക്കി നിങ്ങളിൽ നമ്മളിൽ എല്ലാവരിലും പ്രവർത്തിക്കുന്നത്. അതായത് ഓരോ ഓർഗനും എന്താണ് പ്രശ്നമെന്ന് റേക്കിക്കറിയാം. സോ ആ ഓർഗനിലേക്ക് ഫ്ലോ ചെയ്യുകയും അവിടുത്തെ ഫങ്ഷൻ, അവിടുത്തെ ഫ്ലോ കൂട്ടുകയും ചെയ്യും. എനർജി റേസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓരോ ഓർഗനും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും. ഇനി നമുക്ക് ഫിസിക്കൽ ബോഡിയിൽ മാത്രമല്ല റേക്കി ഉപയോഗിക്കാൻ പറ്റുന്നത്. റേക്കി നമുക്ക് എല്ലാ തലത്തിലേക്കും ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മുടെ ഇമോഷണൽ പ്രോബ്ലത്തിന് നമുക്ക് യൂസ് ചെയ്യാം, മെൻ്റൽ പ്രോബ്ലത്തിന് യൂസ് ചെയ്യാം, ഫൈനാൻഷ്യൽ പ്രോബ്ലത്തിനും യൂസ് ചെയ്യാം. കാരണം നമ്മുടെ ബോഡിയിൽ, ഓരോ ഹ്യൂമൻ ബോഡിയിലും 576 ചക്രങ്ങളുണ്ട്, അതായത് ഊർജ്ജ കേന്ദ്രങ്ങളുണ്ട്. ഊർജ്ജ കേന്ദ്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ബോഡിയിൽ ഒരുപാട് നെർവ് സിസ്റ്റംസ് ഇല്ലേ, ഇതിൻ്റെയൊക്കെ ജോയിൻ്റ്, അതായത് ഓരോ ജംഗ്ഷനുണ്ട്, കുഞ്ഞു കുഞ്ഞു ജംഗ്ഷൻസാണ് ഈ 576 ഊർജ്ജ കേന്ദ്രങ്ങളെന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ മെയിൻ ജംഗ്ഷനുണ്ട്, അതാണ് 7 പ്രധാനപ്പെട്ട ചക്രങ്ങൾ. സോ ഈ 7 പ്രധാനപ്പെട്ട ചക്രങ്ങളിലേക്ക് നമ്മൾ എനർജി ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ 7 പ്രധാനപ്പെട്ട ചക്രങ്ങളും നമ്മുടെ ബോഡിയിലെ ഓരോ ചക്രങ്ങൾ കുറേ ഓർഗൻസുമായിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റൂട്ട് ചക്രയാണെങ്കിൽ നമ്മുടെ കാല്, നമ്മുടെ വൻകുടൽ, നമ്മുടെ പെൽവിക് ഏരിയ, ഇങ്ങനെ കുറേ പോർഷൻസുമായിട്ട് റൂട്ട് ചക്ര കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഗ്രന്ഥികൾ, ഇങ്ങനെ ഓരോ ചക്രങ്ങളും അതാത് ഓർഗൻസ്, അതായത് കുറേ ഓർഗൻസും ഗ്ലാൻസുമായിട്ട് കണക്റ്റഡ് ആണ്. സോ നമ്മൾ ഏത് ചക്രയാണോ ഹീല് ചെയ്യുന്നത്, ഏത് ചക്രയ്ക്കാണോ എനർജി കൊടുക്കുന്നത്, ആ ചക്രയായിട്ട് റിലേറ്റ് ചെയ്ത ഓർഗൻസിനും ഗ്ലാൻസിനും എനർജി ഫ്ലോ കൂടുകയും അതനുസരിച്ചിട്ട് ആ ഗ്ലാൻസും ആ ഓർഗൻസും നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. ഇനി ഇതുപോലെ 7 ചക്രങ്ങളും നിങ്ങൾക്ക് എനർജൈസ് ചെയ്യുന്നതിലൂടെ, കൃത്യമായി നിങ്ങൾ എനർജൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡിയിലെ എല്ലാ ഓർഗൻസും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും, എല്ലാ ഗ്ലാൻസും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇതുപോലെ തന്നെ നമ്മുടെ ഈ ചക്രങ്ങൾ നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആണ്, മെൻ്റലി കണക്റ്റഡ് ആണ്, നമ്മുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങളായിട്ട് കണക്റ്റഡ് ആണ്. അതായത് ഒരു വ്യക്തിയുടെ എല്ലാ തലങ്ങളുമായി ഈ 7 ചക്രങ്ങൾക്കും ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ റൂട്ട് ചക്ര, ഇപ്പോൾ ഫിനാൻഷ്യൽ, നമ്മുടെ സെക്യൂരിറ്റി, സ്റ്റേബിലിറ്റി, നമ്മുടെ പൂർണ്ണമായ ആരോഗ്യം, ഇതൊക്കെ റൂട്ട് ചക്രയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സോ നമ്മൾ റൂട്ട് ചക്രയിലേക്ക് എനർജി ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പൂർണ്ണമായ ആരോഗ്യം, നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേബിലിറ്റി ഇൻക്രീസ്ഡ് ആവും. അതുപോലെ തന്നെ നമ്മുടെ പൂർണ്ണമായ ആരോഗ്യത്തോടൊപ്പം നമുക്ക് നല്ല രീതിയിൽ സ്റ്റെബിലിറ്റി വരും. ഈ ചാടിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം മാറും, നമ്മുടെ ഫിയേഴ്സ് മാറും, അതുപോലെ തന്നെ സ്ട്രെസ്സ്, ഡിപ്രഷൻ, ഇതൊക്കെ മാറാൻ തുടങ്ങും. അങ്ങനെ ഓരോ ചക്രങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി തുടങ്ങിയ എല്ലാ തലങ്ങളിലേക്കും നമുക്ക് റേക്കി വെച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. ക്ലിയറായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ? ഇങ്ങനെയാണ് റേക്കി ഓരോരുത്തരിലും പ്രവർത്തിക്കുന്നത്. സോ ഹീലറുടെ പ്രധാനപ്പെട്ട ഒരു പങ്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, റേക്കി തന്നെയാണ് ഇവിടെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്. ഹീലറിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഹീലർ നിങ്ങൾക്ക് അവിടെ ഇൻറ്റൻഷൻ കൊടുക്കുക എന്നതാണ്. ആ ഇൻറ്റൻഷൻ അനുസരിച്ചിട്ടാണ് നിങ്ങളിലേക്ക് റേക്കി പ്രവർത്തിച്ച് റേക്കി എത്രയും വേഗം നിങ്ങളെ ഫാസ്റ്റായിട്ട് നിങ്ങളെ ക്യൂർ ചെയ്ത് കൊണ്ടുവരുന്നത്. ഇനി ഇതിൻ്റെ വേറൊരു മിറാക്കിൾ എന്താണെന്ന് വെച്ചാൽ, റേക്കി തന്നെയാണ് ഹീലറെ ചൂസ് ചെയ്യുന്നതും ഹീലിയെ ചൂസ് ചെയ്യുന്നതും. അതായത് ആരിൽ നിന്ന് റേക്കിയെ സ്വീകരിക്കണം, അല്ലെങ്കിൽ റേക്കി എനർജിയെ ഒരു മീഡിയം വേണമല്ലോ,
ആ മീഡിയത്തിനെ നിങ്ങളിലേക്ക് ചൂസ് ചെയ്യുന്നത് രേഖി തന്നെയാണ്. അതുപോലെ ആരാണ് രേഖിയാൽ സുഖപ്പെടേണ്ടത് എന്ന് തീരുമാനിക്കുന്നതും രേഖി തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് രേഖി ഹീലിംഗ് എടുക്കുന്നുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് ക്യൂർ ആവത്തില്ല. കാരണം അതിനുള്ള സമയം ആയിട്ടില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്തുകൊണ്ടാണ് റേക്കി വെച്ച് ചെയ്തിട്ടും മാറാത്തത്, ഒരിക്കലും അങ്ങനെ ചിന്തിക്കണ്ട. അത് മാത്രമല്ല, റേക്കി വെച്ച് നമുക്ക് പാസ്റ്റ് ലൈഫ് ഹീൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് റേക്കി കൊടുക്കാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് റേക്കി വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. എല്ലാ നന്മയും ഉണ്ടാവട്ടെ. നന്നായി വരട്ടെ. താങ്ക് യു.